ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഏകപക്ഷീയമായ ഒരു യുദ്ധം ആരംഭിച്ചത് ഫെബ്രുവരി 28-നായിരുന്നു. 39 ദിവസങ്ങൾക്ക് ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും അസ്വാരസ്യങ്ങൾ അത് കഴിഞ്ഞും നിലനിന്നു. ഏകദേശം 3 മാസത്തോടടുക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വത സമാധാനം സാധ്യമായിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യങ്ങളും നടപ്പിലായില്ല. ശരിക്കും ഈ യുദ്ധത്തിൽ തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണുപോയത് അമേരിക്കയാണെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്താണ് അതിന് കാരണം? വിശദമായി നോക്കാം. സ്വാഗതം ഇണ്ടത്തിലേക്ക്. ഇറാനിൽ യുദ്ധം ആരംഭിച്ച ശേഷം ട്രംപ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളും നിലവിലെ വെടിനിർത്തൽ ചർച്ചകളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ യുദ്ധത്തിലെ പരാജിതൻ അമേരിക്കയാണ്. കൃത്യമാക്കിയാൽ ട്രംപ് ഭരണകൂടമാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലാകെ നാശം വിതയ്ക്കാൻ മാത്രമായിരുന്നു അവർക്കായത്. ഭരണകൂടത്തിലെയും സൈനിക തലത്തിലെയും ഒരുപാട് ഉന്നതരെ കൊന്നൊടുക്കാനും സാധിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം അമേരിക്ക എന്തെങ്കിലും മേൽക്കൈ നേടിയെന്ന് പറയാൻ ആകില്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം. നിർണായക കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തുടരുന്ന ആധിപത്യം, ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഇപ്പോഴും ശക്തമായി തുടരുന്ന പൗരോഹിത്യ ഭരണകൂടം എന്നിങ്ങനെയുള്ള വസ്തുതകളാണ് അതിനെ സാധൂകരിക്കാൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ വിഷയങ്ങൾ മുൻനിർത്തി യുദ്ധത്തിൽ ഭൗമരാഷ്ട്രീയമായോ നയതന്ത്രപരമായോ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും അതിനെ ദുർബലപ്പെടുത്താനുമായിരുന്നു ട്രംപ് ആഗ്രഹിച്ചത്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് എന്നാണ് റോയിട്ടേഴ്സിന്റെ കറസ്പോണ്ടന്റായ മാറ്റ് സ്പെറ്റൽനിക് പറയുന്നത്. ഇസ്രായേലിന്റെ വാക്ക് കേട്ടുണ്ടാക്കിയ സംഘർഷം യുഎസിനും അതിന്റെ ഗൾഫ് സഖ്യകക്ഷികൾക്കും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ദോഷം വരുത്തിയേക്കാമെന്നും സ്പെറ്റൽനിക് വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തികമായും സൈനികമായും ഇറാന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ സ്വാധീനം ഉപയോഗിച്ച് ആഗോള എണ്ണ വിതരണത്തെ ഭീഷണിയിലാക്കാൻ സാധിക്കുമെന്ന് ഇറാൻ ഇതിനോടകം തെളിയിച്ച് കഴിഞ്ഞതാണ്. ആ സ്വാധീനം ഇല്ലാതാക്കാൻ അമേരിക്ക എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നതും ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ നില ദുർബലമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ സമ്പൂർണ്ണ വിജയത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഹ്രസ്വകാലം കൊണ്ട് നേട്ടം കൈവരിക്കാൻ ഇറങ്ങിത്തിരിച്ച ട്രംപ് ഭരണകൂടം ദീർഘകാലത്തേക്ക് അവിടെ കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത എന്നും ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ പ്രധാന ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലും ഇറാൻ ഇതുവരെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ആവശ്യമായ ഉറപ്പുകൾ ലഭിച്ച ശേഷം മാത്രമേ അതിലൊക്കെ ചർച്ചയുള്ളൂ എന്നതാണ് ഇറാന്റെ നിലപാട്. പുതുതായി ഒപ്പിടാൻ പോകുന്ന കരാറിലും സമാനമായ ഉപാധികളാണ് ഉള്ളത് എന്നാണ് വിവരം. വെടിനിർത്തൽ ഇപ്പോൾ 6 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ട്രംപിന് മുന്നിൽ ഇനിയുള്ളൊരു വഴി ഒന്നുകിൽ വിട്ടുവീഴ്ചകൾ ചെയ്തുള്ളൊരു സമാധാന കരാറിലെത്തുക, അല്ലെങ്കിൽ വീണ്ടും സൈനികമായി ഇറാനെ ആക്രമിക്കുക എന്നതാണ്. ആദ്യത്തെ ഓപ്ഷനാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോഴും ട്രംപിന് ഇറാൻ യുദ്ധം ഉണ്ടാക്കിക്കൊടുത്ത ചീത്തപ്പേര് അങ്ങനെ തന്നെ തുടരും എന്നതാണ് യാഥാർത്ഥ്യം.